കേരളത്തിലെ CPM ഇന്ത്യയിലെ വലിയ ഘടകമാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. പോരാട്ടങ്ങളിലൂടെയും ഐതിഹാസികമായ സമരത്തിലൂടെയുമാണ് കേരളത്തിൽ പാർട്ടി വളർന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CPM സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർട്ടി നയം നടപ്പാക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് കേരള ഘടകമാണ്. സീതാറാം യെച്ചൂരിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും മരണം പാർട്ടിക്ക് നികത്താനാകാത്ത നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM കേരള ഘടകം കരുത്തുറ്റതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ CPM ഇന്ത്യയിലെ വലിയ ഘടകമാണെന്നും പോരാട്ടങ്ങളിലൂടെയും ഐതിഹാസികമായ സമരത്തിലൂടെയുമാണ് കേരളത്തിൽ പാർട്ടി വളർന്നതെന്നും CPM സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രകാശ് കാരാട്ട് പറഞ്ഞു. And we are going to see more naked favoritism for the favored big capitalists of the Modi government, like the Adanis and the Ambanis. And we are going to see new attacks on the federal system, like the One Nation, One Election slogan, which is now sought to be made into law through the constitutional amendment which has now been introduced in Parliament. The implications of this simultaneous elections for Parliament and assemblies is going to be a direct assault on the rights of states and their state legislatures, because through this constitutional amendment the center can tinker with the tenure of a state legislature. Now it is fixed as 5 years, they can reduce it to 3 years, saying that it has to be brought in line with the Lok Sabha election and various other ways by which the rights of an elected state legislature is going to be truncated. പാർട്ടി നയം നടപ്പാക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് കേരള ഘടകമാണ്. സീതാറാം യെച്ചൂരിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും മരണം പാർട്ടിക്ക് നികത്താനാകാത്ത നഷ്ടമാണ്. CPM കേരള ഘടകം കരുത്തുറ്റതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിലെ രാഷ്ട്രീയ നയം രൂപീകരിക്കാനുള്ള രേഖകൾ പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട്. ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലുമുള്ള സംഭവങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. ട്രംപ് നടത്തുന്ന ലോക ഇടപെടലുകൾ അമേരിക്കയുടെ ഇമ്പീരിയൽ നയങ്ങളുടെ തുടർച്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന നേതാവ് AK ബാലൻ സമ്മേളന നഗരിൽ പതാക ഉയർത്തിയതോടെയാണ് സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായത്. PB അംഗങ്ങളായ പിണറായി വിജയൻ, MA ബേബി, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, അശോക് ദാവളെ, A വിജയരാഘവൻ, സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ, വിജു കൃഷ്ണൻ, AR സിന്ധു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള നയരേഖയും അവതരിപ്പിക്കും. മാർച്ച് 9 സമ്മേളനം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.